ഗൈസ്, ഇതൊക്കെ കാണാൻ കണ്ടോ, നിറയെ മഞ്ഞും ഒക്കെയാണ്. ഫുള്ള് സ്നോ കൊണ്ട് കവറായി. 2 ദിവസം കടുത്ത മഞ്ഞാണ്. ഈവനിങ് ആയി, അതുകൊണ്ടാണ് ഇവിടെ മൊത്തം സൈലൻ്റായിരിക്കുന്നത്. മഞ്ഞൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇതിൽ നടക്കുന്നത് അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. എസ്പെഷ്യലി ഇതുപോലെ ഗ്രോസറി പർച്ചേസൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അത്യാവശ്യം പാടാണ്. തെന്നാതെ നോക്കാൻ വേണം, എന്നാൽ കയ്യിൽ വീട്ടിട്ട് പോകാനും പാടില്ല എന്ന കണ്ടീഷൻ. ഇവിടെ കണ്ടോ, ഫുള്ളായിട്ട് സ്നോ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇത് ക്രിസ്മസിനിട്ട ലൈറ്റാട്ടോ, ഇതുവരെ മാറ്റിയിട്ടില്ല. കഴിഞ്ഞ ഇയർ ഇത്രയധികം സ്നോയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവിടെ അത്യാവശ്യം ചൂടുള്ളൊരു സിറ്റിയാണിത്. സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവെ ചൂട് പ്രദേശം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അളവ് കുറവായിരുന്നു. കുറച്ച് ഇവിടെ നിന്ന് ഇതൊരു വെസ്റ്റേൺ കോസ്റ്റൽ റീജിയനാണ്. അപ്പോൾ നിയർ ബൈ ആണ് ഈ സിറ്റി എന്ന് പറയുന്നത്. ഇത് വിട്ടുള്ള അങ്ങോട്ട് സ്ഥലങ്ങളിൽ, അതായത് നോർത്തേൺ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അത്യാവശ്യം സ്നോ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഇയർ കുറച്ച് കടുത്തിട്ടുണ്ട്. നല്ല തണുപ്പും. ഇടയ്ക്കിടയ്ക്ക് സ്ലോ ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. തണുപ്പ് കൂടുതലായിരുന്നു, നമുക്ക് ബ്രീത്ത് ചെയ്യാനും പ്രോബ്ലം ഉണ്ട്. എസ്പെഷ്യലി തേരിയൊക്കെ കയറുമ്പോൾ, കുറച്ച് ഹയർ പ്ലേസ് കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല, കയ്യിലെ വെയിറ്റൊക്കെ ഉള്ളതാകുമ്പോൾ. അങ്ങനെ ഈ മാസത്തെ ഗ്രോസറി പർച്ചേസ് എല്ലാം കഴിഞ്ഞുള്ള എൻ്റെ വരവാണിത്. ലാസ്റ്റ് ടൈം ഞാൻ ഗ്രോസറി പർച്ചേസിന് കഴിഞ്ഞ മാസം പോകുമ്പോൾ ഒരിടത്തും വിൻ്റർ ആയിട്ടില്ല. ഇവിടെ വിൻ്റർ തുടങ്ങിയിട്ടില്ലാത്തൊരു സമയമായിരുന്നു. കറക്റ്റ് ഈ മാസമായപ്പോൾ ആണിവിടെ ഫുൾ സ്നോ ആയിട്ട്. ഇന്ന് സ്നോ വീഴ്ച കുറവാണ്, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ഓക്കേ.